പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ വമ്പൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങുന്നു. വൻ ശക്തികൾ പരാജയപ്പെടുന്നിടത്താണ് ഇന്ത്യയുടെ വിദേശകാര്യ നയവും നിശബ്ദ നയതന്ത്രവും വലിയ വിജയം കാണുന്നത്. യുദ്ധം ആരംഭിച്ച ഫെബ്രുവരി 28 മുതൽ നൂറുകണക്കിന് കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾക്കൊടുവിൽ LPG വഹിക്കുന്ന ശിവാലിക്, നന്ദാദേവി എന്നീ 2 ഇന്ത്യൻ കപ്പലുകൾ സുരക്ഷിതമായി കടലെടുക്ക് കടന്നു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ നേതൃത്വത്തിൽ ടെഹ്റാനുമായി നടത്തിയ നേരിട്ടുള്ള ചർച്ചകളാണ് ഈ വലിയ വിജയത്തിന് പിന്നിൽ. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മികച്ച ഏകോപനത്തിലൂടെയും സംഭാഷണങ്ങളിലൂടെയും മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. യാതൊരുവിധ നിബന്ധനകളോ കൈമാറ്റങ്ങളോ ഇല്ലാതെയാണ് ഈ കപ്പലുകൾക്ക് യാത്രാനുമതി ലഭിച്ചത്. ഏകദേശം 92,700 മെട്രിക് ടൺ LPGയുമായി ഈ കപ്പലുകൾ മാർച്ച് 16, 17 തീയതികളിലായി ഗുജറാത്തിലെ മുന്ദ്ര, കാണ്ട്ല തുറമുഖങ്ങളിൽ എത്തിച്ചേരും. ഫെബ്രുവരി 28-ന് ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണത്തിൽ ആയത്തുള്ള അലി ഖമൈനി കൊല്ലപ്പെട്ടതോടെയാണ് ഈ പ്രതിസന്ധി ആരംഭിച്ചത്. അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും കടലെടുക്ക് വഴി യാത്രാനുമതി ഇല്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. ഈ കടുത്ത പ്രതിസന്ധിക്കിടയിലും ഇന്ത്യക്ക് മാത്രം എങ്ങനെ സ്വന്തം കപ്പലുകൾ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ കഴിഞ്ഞു? ഉത്തരം ഇന്ത്യയുടെ ചരിത്രപരമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലാണ്. 1998 മുതൽ 2004 വരെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ പടുത്തുയർത്തിയ ഇൻഡോ ഇറാൻ ബന്ധത്തിന്റെ സുവർണ കാലഘട്ടമാണ് ഇന്നത്തെ ഈ പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ആ ശക്തമായ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഇന്ന് നയതന്ത്രം മെനയുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയുമായി 4 തവണയാണ് ഫോണിൽ സംസാരിച്ചത്. പ്രധാനമന്ത്രി മോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അവരുടെ കപ്പലുകൾ ഹോർമൂസ് വഴി കടത്തിക്കൊണ്ടുപോകാൻ ഇന്ത്യയുടെ ഈ നയതന്ത്രം അനുകരിക്കാൻ കഴിയില്ല എന്നും ഓരോ രാജ്യവുമായിട്ടുള്ള ബന്ധത്തിനും അതിൻ്റെതായ സവിശേഷതകൾ ഉണ്ടെന്നും ഫൈനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ജയശങ്കർ വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. ചുരുക്കത്തിൽ ലോകത്തെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ 20 മുതൽ 25% വരെ കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യയുടെ ഈ മുന്നേറ്റം ഒരു വലിയ സന്ദേശമാണ് നൽകുന്നത്. ഊർജ്ജ സുരക്ഷയും സ്വന്തം പൗരന്മാരുടെ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഉറച്ചു നിൽക്കുന്ന പുതിയ ഇന്ത്യയുടെ അനിഷേധ്യമായ വിജയമാണിത്. ന്യൂസ് ഡെസ്ക്.